ഹലോ, ഇന്ന് ഒരു മീനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് മീനാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പാരമീനാണ്. പാരമീനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ മാങ്ങ ചേർത്തിട്ടാണ് ഇന്ന് ഈ മീൻകറി തയ്യാറാക്കാൻ പോകുന്നത്. മാങ്ങയുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, തൊലി ചെത്തി കളഞ്ഞിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി. തക്കാളിക്ക് അരമുറി എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരമുറി സവാള എടുത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുഴുവനെ വേണമെങ്കിലും ഇടാം, ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും നമുക്ക് ആവശ്യമാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം സവാള ചേർത്ത് കൊടുക്കണം. അരമുറി സവാള മതിയാകും, ഒരുപാട് വേണ്ട. ഇത് നല്ലപോലെ വഴണ്ട് വരട്ടെ. തക്കാളിക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കുക. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിലാണ്. പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാരമീനാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഒരു തിള വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി പുളിയുടെ ആവശ്യമില്ല, മാങ്ങ ഉള്ളതുകൊണ്ട് പുളിയുടെ ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ച് വേവിക്കുക. ഒന്ന് തുറന്ന് നോക്കാം. നല്ല മീനിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടുന്ന് പാകമാവട്ടെ. തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മീൻകറി. എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. അങ്ങിയിട്ട മീൻകറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.